കാത്തിരിപ്പിനൊടുവിൽ ദേ എൻ്റെ 7-ാം മാസമായിട്ടുണ്ട് കേട്ടോ. 7-ാം മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചടങ്ങാണ് വയറ്റ് പൊങ്കാല എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. 1.5 മണിക്കൂർ പോസ്റ്റ് ചെയ്തിട്ട് ഒടുവിൽ എൻ്റെ കെട്ടിയോൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പോകുന്നത് കുറച്ച് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടാതെ ഇന്ന് പുതിയൊരാളും കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളിനെ കാണിച്ചു തരാം. അവിടുന്ന് സാധനം എല്ലാം വാങ്ങി നേരെ ഞങ്ങൾ ആറ്റിങ്ങൽ രാമചന്ദ്രനിലെത്തി. ഇപ്പം എന്താണോ എന്തോ ഒരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ആദ്യം കണ്ണിലുടക്കുന്നത് ഇതേപോലുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി, എൻ്റെ ചേട്ടയുടെ അമ്മയാണ്. ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് തരേണ്ട കുറച്ചേറെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ഒരു കണ്ണാടി എൻ്റെ കണ്ണിൽ ഉടക്കിയത്. അങ്ങനെ ഞങ്ങൾ ഓരോന്നും 3 പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് കണ്ണിൽ വെച്ച് കഴിയുമ്പോൾ നല്ല സുഖമുണ്ട്. പക്ഷേ എൻ്റെ പകുതി മുഖവും കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 പേര് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തോ അതിൻ്റെ ഫ്രെയിം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു മാച്ചിങ് ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചില്ല. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് എടുക്കണമെന്ന്. അങ്ങനെ ഞാനും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചുമ്മാ വായി നോക്കി നടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൊണ്ടുപിടിച്ച പർച്ചേസിങ്ങിലാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ വായി നോക്കി നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ബില്ലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. ഇനി കുറച്ച് നേരം അവിടെ വായി നോക്കാം. അവർ രണ്ടുപേരും വീണ്ടും പർച്ചേസിങ്ങിലാണ്. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള ചിന്തയായതുകൊണ്ട് ആ മൂലയ്ക്ക് കിടന്നൊരു ചെയറിൽ ഞാൻ എൻ്റെ ഇരിപ്പുറപ്പിച്ചു. ഇപ്പോഴാണ് ഇത്തിരി സമാധാനം. ചെയ്താൽ മാത്രം പോരല്ലോ, വയറ്റിലേക്ക് എന്തെങ്കിലും പോകണ്ടേ. പ്രത്യേകിച്ച് ഈ സമയത്ത് വിശന്നിരിക്കാൻ പാടില്ല എന്നാ. അപ്പോൾ ഞാൻ നേരത്തെ ചേട്ടടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുട്ടുകടല ദോശയും ചമ്മന്തിയും വേണമെന്ന്. ഇവിടുത്തെ ദോശയും ചമ്മന്തിയും ആ ബീഫ് ഫ്രൈയും കൂട്ടി ഒരു പിടി പിടിച്ച് എൻ്റെ പൊന്നെ സ്വർഗം കിട്ടിയ കണക്ക്. നമ്മുടെ ഈ ആറ്റിങ്ങലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും പുട്ടുകട. ഒരു ചെറിയ തട്ടുകടയാണ്. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ചുകൂടെ വിശാലമാക്കി എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾ നല്ല ചൂട് ഇടിയപ്പവും ദോശയും പുട്ടും കാട ഫ്രൈയും ബീഫ് റോസ്റ്റും ഇതെല്ലാം കൂടി വാങ്ങിച്ച് തട്ടി കേട്ടോ. നല്ല ചായയും നല്ല ദോശയും ഒന്നുമില്ല കുറ്റം പറയാൻ വേണ്ടിയിട്ട്. എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എല്ലാത്തിനകത്തുനിന്ന് കൈയിട്ട് വാരി തിന്നുന്നുണ്ട്. ഇതുവേ ഇവിടുത്തെ ഫുഡ് മാത്രമല്ല ബില്ലും ഭയങ്കര ആശ്വാസകരമാണ് കേട്ടോ. അപ്പം ഇതുവഴി പോകുന്നവരെ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് കയറാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ്. എന്നിട്ട് റോഡിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയുണ്ട്. കടകളൊക്കെ ഇപ്പോഴും സജീവമാണ്. ഓണൊക്കെ എടുത്തിട്ടായിരിക്കും. എന്തായാലും വീടെത്തിയപ്പോഴത്തേനും ഞാനൊരു പരുവായി. ഇനിയും കുറേ സാധനങ്ങളൂടെ വാങ്ങാനുണ്ട്. എന്തായാലും ഞാൻ ഈ പരിപാടിക്കില്ല എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു. കാരണം ഇന്നത്തെ ദിവസം കൊണ്ട് എനിക്ക് മതിയായി. നല്ല നടുവേദന ഉണ്ട്, അതേപോലെ കാലുവേദന ഉണ്ട്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കട്ടെ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.